ഇംഗ്ലീഷിൽ വിൽ ഡു എന്നൊരു പ്രയോഗമുണ്ട്. നമുക്കറിയാം വിൽ എന്നാൽ ഫ്യൂച്ചർ ടെൻസ് ആണ്. വിൽ ഡു എന്നാൽ ചെയ്യും എന്നുള്ളതാണ് അർത്ഥം. നമ്മളൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണത്. എന്നാൽ വിൽ ഡു എന്നുള്ള പ്രയോഗം ഇത് മതി, ഇത് മതിയാകും, കുഴപ്പമില്ല, ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്നൊക്കെ നമ്മൾ ഉദ്ദേശിക്കാറില്ലേ? ആ ഒരു അർത്ഥത്തിലാണ് വിൽ ഡു ഉപയോഗിക്കാറുള്ളത്. സാധാരണ വിൽ ഗോ പോകും, വിൽ കം വരും, വിൽ ഡാൻസ് ചെയ്യും, വിൽ സിങ് പാടും എന്നൊക്കെയാണല്ലോ അർത്ഥം. എന്നാൽ ദിസ് വിൽ ഡു എന്നൊരു പ്രയോഗമുണ്ട്. നമുക്ക് ഉദാഹരണങ്ങളിലൂടെ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരാൾ കാശ് തരികയാണ്, 500 രൂപ തന്നിട്ട് വീണ്ടും 500 തരുമ്പോൾ നിങ്ങൾ പറയുകയാണ്, നോ ദിസ് വിൽ ഡു, ഇത് മതിയാകും. ഐ ഗസ് ദിസ് സാൻഡ്വിച്ച് വിൽ ഡു ഫോർ നൗ. ഇപ്പോൾ തൽക്കാലം ഈ സാൻഡ്വിച്ച് കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ഇത് മതിയാവും. ദിസ് ഹാൾ വിൽ ഡു ഫോർ ദ ഇവൻറ്റ്. ഈ ഇവൻറ്റ് നടത്താൻ ഈ ഹാൾ മതി. ഒരാൾ നമ്മോട് എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറഞ്ഞു, നമ്മളത് ചെയ്തു. എന്നിട്ട് അദ്ദേഹം വരുമ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, ഹൗ ഈസ് ഇറ്റ്? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ദിസ് വിൽ ഡു. മതി, ഇങ്ങനെ മതി. ഐ നീഡ് എ ടാക്സി. എനിക്കൊരു ടാക്സി വേണം. സോറി, ആൻ ഓട്ടോ ഈസ് ദർ. ടാക്സി കാറില്ല, ഒരു ഓട്ടോ ഉണ്ട്. യെസ്, ദാറ്റ് വിൽ ഡു. ഓട്ടോ ആയാലും മതി എന്നുള്ള അർത്ഥത്തിലാണ് വിൽ ഡു. ഈ വിൽ ഡു ഉപയോഗിക്കുമ്പോൾ ദിസ് വിൽ ഡു, ദാറ്റ് വിൽ ഡു എന്നൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ്. അത് നന്നാ എന്നല്ല അർത്ഥം, അത് മതിയാകും എന്നുള്ള അർത്ഥത്തിലാണ്. ഐ ഓൺലി ഹാവ് ടൊമാറ്റോ സോസ്. ഐ ഗസ് ദിസ് വിൽ ഡു. എൻ്റെ കയ്യിൽ ടൊമാറ്റോ ഇല്ല, ടൊമാറ്റോ സോസേ ഉള്ളൂ, ഇത് മതിയാകും എന്ന് വിചാരിക്കുന്നു. വിൽ ഡു. വി ഡോണ്ട് നീഡ് എ ന്യൂ സോഫ. ദ ഓൾഡ് വൺ വിൽ ഡു ഫോർ നൗ. നമുക്കിപ്പോൾ ഒരു പുതിയ സോഫ വാങ്ങേണ്ട, തൽക്കാലം പഴയത് മതി. ദ ഷർട്ട് ഈസ് നോട്ട് ഐഡിയൽ ബട്ട് ഇറ്റ് വിൽ ഡു ഫോർ ദ ഇൻ്റർവ്യൂ. ഷർട്ട് അല്ല ഇടേണ്ടത്, ഇൻ്റർവ്യൂവിന് കോട്ടാണ്, പക്ഷേ തൽക്കാലം ഇത് മതി. ഇറ്റ് ഈസ് എ സ്മോൾ റൂം ബട്ട് ദിസ് വിൽ ഡു ഫോർ അസ്. ചെറിയ റൂമാണ്, പക്ഷെ നമുക്കിത് മതി. വിൽ ഡു എന്നുള്ള രീതിയിൽ മാത്രമേ ഉപയോഗിക്കൂ. ഇത് മതിയാകും എന്നുള്ള അർത്ഥത്തിൽ ദിസ് ഡസ്, അല്ലെങ്കിൽ ഇത് മതിയായി എന്നുള്ള അർത്ഥത്തിൽ ദിസ് ഡിഡ് എന്നൊന്നും ഉപയോഗിക്കില്ല. വിൽ ഡു എന്നുള്ളത് ഒറ്റ ഇഡിയമാണ്, അങ്ങനെ ഉപയോഗിക്കുക. ഇത് എന്തെങ്കിലും വസ്തുക്കളോ എന്തെങ്കിലും കാര്യങ്ങളോ മതിയായി എന്നുള്ള അർത്ഥത്തിൽ, അത് മതി എന്നുള്ള അർത്ഥത്തിൽ മാത്രമേ ഉപയോഗിക്കൂ. ഒരാൾക്കൂട്ടത്തിൽ നിന്ന് അവൻ മതി എന്ന് പറയുമ്പോൾ ഹീ വിൽ ഡു എന്ന് പറയരുത്, അത് ശരിയാകില്ല. ഹീ വിൽ ഡു എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുമെന്നാണ് അർത്ഥം. ഇത് സ്പോക്കൺ ഇംഗ്ലീഷിൽ നിരവധി സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാവുന്ന ഒരു പ്രയോഗമാണ് ദിസ് വിൽ ഡു. ഓക്കെ, താങ്ക് യു.